പ്രകടന പത്രികകളൊക്കെ തന്നെ നോക്കിയാൽ നമുക്കറിയാം വോട്ട് ലക്ഷ്യം വെച്ചുള്ള പോക്കറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രികകൾ തന്നെയാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഓരോരോ പോക്കറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എവിടെയൊക്കെയാണോ വോട്ട് വരാനുള്ളത് അതിന് എങ്ങനെ ഒപ്പം എത്തിക്കാം എന്ന് കണക്കാക്കി തന്നെയാണ് ഈ പ്രകടന പത്രികകൾ ഓരോരുത്തരും തയ്യാറാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പ്രകടന പത്രികകൾ നമുക്കറിയാലോ, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രകടന പത്രികകൾ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി വരും. പക്ഷേ അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് നടന്നിട്ടുള്ള ദില്ലി തെരഞ്ഞെടുപ്പിലെ സാഹചര്യം തന്നെ നോക്കിയാൽ BJP ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ആദ്യമൊക്കെ തന്നെ ഫ്രീ ബീസിനെ കളിയാക്കിയ BJP പിന്നീട് അത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് എല്ലായിടത്തും വളരെ ശക്തമായി ഉപയോഗിക്കുന്നത് കണ്ടു. ഡൽഹിയിൽ അത് വാരിക്കോരി നൽകി, പക്ഷേ അതിൽ ഒന്നുപോലും ഇതുവരെ BJP അവിടെ നടപ്പാക്കിയിട്ടില്ല. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഇവിടെ ഏതായാലും ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, UDF വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം LDF ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ, സൗജന്യ ബസ് യാത്രയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ നടപ്പാക്കാൻ കഴിയാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ സംബന്ധിച്ച് വലിയ വിമർശനം LDF ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് പുതിയ സംഗതിയല്ല. കർണാടകത്തിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കിയപ്പോൾ 4000 കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക സർക്കാരിനുണ്ടായത്.